കൊച്ചിയിലെ ദുരിതപ്പെയ്ത്തിൽ നരകജീവിതം നയിക്കുകയാണ് തോപ്പുംപടിയിലെ വൃദ്ധ ദമ്പതികൾ. മഴ കനത്തതോടെ ഉണ്ടായ വെള്ളക്കെട്ട് മൂലം കിടപ്പ് രോഗിയുടെ കട്ടിൽ പോലും ഒഴുകി നടക്കുന്ന അവസ്ഥയാണ്. തങ്ങളുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരവുമായി ആരെങ്കിലും എത്തുമെന്ന പ്രതീക്ഷയിൽ കണ്ണീരോടെ കാത്തിരിക്കുകയാണ് ഇരുവരും. ഈ വെള്ളത്തിൽ ഒത്തിരി വർഷം കൊണ്ട് ഞാൻ അങ്ങനെ കിടക്കുക. ഇതിനകത്ത് ആരും ഒരു സഹായം നമുക്ക് ചെയ്തിട്ടില്ല. സുഖമായിട്ട് കിടന്നിട്ട് വർഷങ്ങളായി. മഴവെള്ളം കയറുമ്പോൾ തോപ്പുംപടി വാലുമേൽ ഭാഗം സ്വദേശി ബേബിയുടെ മനസ്സിൽ ആദി കൂടും. പരസഹായമില്ലാതെ എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയാത്ത രോഗിയായ ഭർത്താവ് ശിവാനന്ദനെയും കൊണ്ട് എങ്ങോട്ട് പോകാനാണ്? താഴ്ന്ന പ്രദേശമായതിനാൽ ചെറിയൊരു മഴയത്ത് പോലും വീട് മുങ്ങും. കിടപ്പ് രോഗിയായ ശിവാനന്ദന്റെ കട്ടിൽ പോലും വെള്ളത്തിനടിയിലാകും. നരകതുല്യമായ ജീവിതം വിധി എന്ന പോലെ മുന്നോട്ടു പോകുന്നു. ആരോടും പരാതിയും പരിഭവവും ഇവർക്കില്ല. പകരം കണ്ണീരും സങ്കടവും മാത്രം. കാല് നടക്കാനൊന്നും പറ്റൂല. ഇന്ന് ഞാൻ പിടിച്ചാണ് കൊണ്ടുപോയി കുളിപ്പിക്കുന്നത്. അപ്പം അങ്ങനെയാണ് അവസ്ഥ. പിന്നെ നമ്മളെ സാഹചര്യമൊക്കെ എന്നിട്ട് ആരോടും പറഞ്ഞിട്ടൊരു കഥയും ഇല്ല. എല്ലായിടും വീട് കൊടുക്കുന്നു. എനിക്കാണെങ്കിൽ ദൂരെ പോകാൻ എല്ലാം ഒഴുകി നടക്കുവാണ്. ഭക്ഷണമൊന്നും വയ്ക്കാൻ പറ്റില്ല. ചെറിയ മഴ വന്നാൽ മതി. പിന്നെ നമ്മൾക്ക് പോകാൻ ഇടമില്ലാത്തതുകൊണ്ട് ഇവിടെ കിടക്കുന്നു. അതാണ് കാര്യം. എങ്ങനെയും തലയായിക്കാൻ ഒരിടം എനിക്ക് കിട്ടുമോന്നോ എനിക്കറിയില്ല. വെള്ളം കയറിയാൽ വീടിന്റെ പലയിടത്തു നിന്നും ഷോക്കടിക്കും. ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെ പത്രങ്ങളും വീട്ടുസാധനങ്ങളും വെള്ളത്തിൽ. മഴയുള്ള ദിവസങ്ങളിൽ അടുപ്പ് പുകയില്ല. അയൽക്കാർ നൽകുന്ന ഭക്ഷണം മാത്രമാണ് ഈ വൃദ്ധ ദമ്പതികളുടെ ഏക ആശ്രയം. ഒഴുകിയെത്തുന്നത് മലിനജലമായത് കൊണ്ട് തന്നെ രോഗങ്ങളും ഇരുവരെയും വിട്ടുമാറുന്നില്ല. താമസിക്കുന്ന വാടക വീട്ടിൽ വെള്ളം കയറിയാൽ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ പോയിട്ട് തങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും കൗൺസിലർ ഉൾപ്പെടെ ആരുമില്ലെന്നും ബേബി പറയുന്നു. ഈ വെള്ളത്തിൽ ഒത്തിരി വർഷം കൊണ്ട് ഞാൻ അങ്ങനെ കിടക്കുക. ഇതിനകത്ത് ആരും ഒരു സഹായം നമുക്ക് ചെയ്തിട്ടില്ല. ഇന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ച ആരെങ്കിലും ഒന്ന് വന്ന് ഈ രംഗം ഒന്ന് കാണണം. ഞാൻ വിചാരിച്ച പോലെ തന്നെ അത് നടന്ന്. പക്ഷെ എനിക്കൊന്നും കിട്ടണ്ട, വേണ്ട. ഇതിൻ്റെ കൗൺസിലറിനടുത്തൊക്കെ ഞാൻ ചെന്ന് പറഞ്ഞു. ഒരു വീടില്ലാത്ത കാര്യമല്ല. അവരനങ്ങിയിട്ടില്ല. ഒരു പൈപ്പ് ലൈനാണെങ്കിൽ പൊട്ടിക്കുക. ഇപ്പോഴീ സമയത്ത് ഈ വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റില്ല. ഒരു ട്യൂബ് ഇട്ടിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശമായതും സമീപത്തെ തോട് കയ്യേറിയതുമാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് ഇരുവരും പറയുന്നത്. തങ്ങളുടെ അവസ്ഥ കേട്ടറിഞ്ഞ് അധികാരികൾ ആരെങ്കിലും രക്ഷയ്ക്കെത്തുമെന്ന പ്രതീക്ഷയിലാണ് ബേബിയും സദാനന്ദനും. ഒരു മഴ വന്നാൽ കട്ടിലുൾപ്പെടെ എല്ലാം കൂടി ഒലിച്ചങ്ങ് പോകും. വർഷങ്ങളായി അക്ഷരാർത്ഥത്തിൽ ഇവരുടെ ജീവിതം നരകതുല്യമാണ്. അധികാരികൾ ഇത് കാണാത്തതാണോ അതോ കണ്ടില്ലെന്ന് നടിക്കുകയാണോ? ഇനിയും ഇവരുടെ ജീവിതം ഇങ്ങനെ തന്നെ മതിയോ? മറുപടി പറയേണ്ടത് സർക്കാരും ജനപ്രതിനിധികളുമാണ്. ക്യാമറാമാൻ യദു കൃഷ്ണനൊപ്പം ഇർഫാൻ ഇബ്രാഹിം സേഠ്, ന്യൂസ് മലയാളം, കൊച്ചി.